കൊട്ടാരക്കര 112 ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പ്രശാന്ത്, അല്പം മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ട് രാഹുൽ മാങ്കൂട്ടം കേസിന്റെ വിഷയങ്ങൾക്ക് ശേഷം പാലക്കാട് അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സംസാരിക്കുമ്പോൾ വളരെ ലോജിക്കായിട്ട് രാഹുൽ സംസാരിക്കാറുള്ളൂ. ശരിയും രാഹുൽ സംസാരിക്കുമ്പോൾ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ആ മികവ് രാഹുൽ ഇപ്പോഴും അവിടെ പാലക്കാട് എന്നുള്ള പത്രസമ്മേളനത്തിൽ കാണിക്കുന്നുണ്ട്. രാഹുലിന്റെ ആ കയ്യിലെടുക്കാനുള്ള മികവ് അദ്ദേഹത്തിന്റെ മിടുക്ക് തന്നെയാണ്. എന്താണ് അദ്ദേഹം ആ ലൈവിൽ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാലേ ഇപ്പം അയ്യപ്പച്ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ്, അത് വളരെ വ്യക്തമായിട്ടൊരു പോയിന്റാണ്. ആ ഒരു മിതമായ ഭാഷ, മിതമായ സംസാരം. പക്ഷേ ആ സംസാരത്തിനുള്ളിലേക്കൊന്ന് ആഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് മൂർച്ചയുള്ള ഓരോ ഖഡ്ഗങ്ങളാണ്, നന്നായി മുറിവേക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങളെ അദ്ദേഹം പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി, മനസ്സിലായില്ലേ, പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി അദ്ദേഹം മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്നു. അതിൽ 1-2 പോയിന്റ് ഉള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചോദിച്ചത് ഗണേഷ് വിഷയത്തിൽ, അതായത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഗാർഹിക പീഡന വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കോപാകുലനാവുകയല്ല. അതാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. കോപാകുലനാവുകയല്ല, അദ്ദേഹം വളരെ സൗമ്യമായ ഒരു ചിരിയോടുകൂടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആരോപണ വിധേയനാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന ഞാൻ ആരോപണ വിധേയനായ കാരണത്താൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് മറുപടി പറയുവാൻ താല്പര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം അദ്ദേഹം ഞാൻ ഒരു കുറ്റവാളി അല്ല, അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ വെച്ചിട്ടില്ല. ചിന്തിക്കണം, ഇതേ സ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടിച്ചമച്ചാണല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കും. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞാനൊരു ആരോപണ വിധേയനാണ്, അതായത് എൻ്റെ പേരിൽ ഒരു ആരോപണമുണ്ട്, ഞാൻ ശിക്ഷാ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കേസ് കോടതിയിലാണ്. അതെ, അല്ല, അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട്. അതെ, അതിന്റെ പേരിൽ. പക്ഷെ അതുള്ളതുകൊണ്ട് ഇങ്ങനെ പറയണമെന്നില്ലല്ലോ. അല്ല, അപ്പൊ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് കൊട്ടിഘോഷിച്ച ആരാണ്? ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന്, ആ മാധ്യമങ്ങളുടെ ക്യാമറ. പക്ഷെ പ്രശാന്ത്, അങ്ങനെ വെറുതെ കൊട്ടിഘോഷിച്ചൊന്നും അല്ല പ്രശാന്ത്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കക്ഷിയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സപ്പോർട്ട് ചെയ്യുകയല്ല. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മാധ്യമങ്ങളെ കടന്നാക്രമിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ പറയേണ്ടത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് അവിടെ നമ്മൾ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തിനൊരു നീതി, ബഹുമാനപ്പെട്ട ഗണേശന് മറ്റൊരു നീതി. ഗണേശന് മാത്രമല്ല ചേട്ടാ, ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറയേണ്ട മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടക്കുമ്പോൾ ഒരു കോൾ റെക്കോർഡിന്റെയും ഒരു റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു MLA അറസ്റ്റ് ചെയ്യിക്കുവാനായി പോലീസുകാരെ വിടുമ്പോൾ, അദ്ദേഹത്തെ ജയിലഴികളിലേക്ക് അയക്കുമ്പോൾ, മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടനായിട്ടുള്ള കൊല്ലത്തെ MLAയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മുകേഷിന്റെ പീഡനം തീവ്രത കുറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയതുമാണെന്ന്. ചേട്ടാ, എനിക്ക് മനസ്സിലാകത്തില്ല, പീഡനത്തിലെ തീവ്രത അളക്കാനുള്ള സ്കെയിൽ എവിടെ കിട്ടും? അത് അവരിലൊക്കെ ഉണ്ട്, CPM-മാരിലുണ്ട് അങ്ങനത്തെ ഒരു സ്കെയിൽ അല്ലേ? അത് അവരിൽ മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സ്കെയിൽ കൊണ്ടാണ് അവർ അളന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ചെയ്തു കഴിഞ്ഞാൽ അതിതീവ്ര. പിന്നെ പ്രശാന്ത്, വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ പ്രശാന്ത്? നമ്മൾ ഈ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മെയ്വഴക്കമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിന്റെ ഒരു എബിലിറ്റി, അദ്ദേഹം കാണിച്ചത്, മാധ്യമപ്രവർത്തകരായി നിങ്ങൾ അത് കണ്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞോട്ടെ, അതായത് ഞാനൊന്ന് അതിന്റെ ആ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അടുത്ത് തന്നെ നിന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പേര് പറഞ്ഞുകൊണ്ട്, പ്രസാദ് ചേട്ടൻ ഇവിടുത്തെ ഏറ്റവും തലമുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ, ചേട്ടൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അതായത് ഞാനൊരു സത്യം പറയട്ടെ പ്രശാന്തേ, ഇപ്പോ മാധ്യമപ്രവർത്തകരെ പേര് പറഞ്ഞ് വിളിച്ച് പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞോട്ടെ, ഈ രാഷ്ട്രീയക്കാരൻ പേര് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുമ്പോൾ, ആ പേര് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നതിൽ തന്നെ അദ്ദേഹം അവരെ കയ്യിലെടുക്കുക. ഇപ്പൊ നമ്മൾ ചാനൽ ചർച്ചകളിൽ ഈ പറയുന്ന ഡിബേറ്റുകളിൽ ഇരുന്നു കൊണ്ട് വിനു വി ജോണും പോട്ടെ ബാക്കി PG സുരേഷ് കുമാറും ഒക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ വിനു എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ വിനു 25 അടി അങ്ങ് പൊങ്ങും. അപ്പൊ ഈ വിനുവിന് 25 അടി പൊങ്ങുന്ന പോലെ ഈ പ്രസാദിന് 25 അടി പൊക്കി. അത് അദ്ദേഹത്തിന്റെ മെറിറ്റ് ആണ്. കാര്യത്തിലേക്ക് വരും. പക്ഷെ അതിനിടയ്ക്ക് അവിടെ കാര്യം സോൾവ് ആയി. അത്
മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം കയ്യിലെടുത്തപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം പക്ഷേ മാധ്യമപ്രവർത്തകരെ കയ്യിലെടുത്തു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, കാര്യം അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, റോഷിപാല് റിപ്പോർട്ടർ ടിവിയിൽ, റോഷിപാൽ എന്ന് പറഞ്ഞാൽ ആരും നിങ്ങൾക്കറിയോ? റോഷിപാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടത്തെ ഒരു പ്രമുഖ, ഞാൻ പേര് പറയുന്നില്ല, കോഴിക്കോട്ടത്തെ MP ആയിരുന്ന ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ സീറ്റിനായി ഇടിച്ചുകൊണ്ടിരിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ ഒരു കോൺഗ്രസ് നേതാവുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഈ റോഷിപാല്. ഈ റോഷിപാല് തന്നെ ദിലീപിന്റെ വിഷയമൊക്കെ വാർത്തയാക്കിയതാ. ഈ റോഷിപാലിന് കോൺഗ്രസ് ബന്ധമുണ്ട്, കോൺഗ്രസിനകത്തുള്ള രാഹുലിന്റെ പിന്നെ കൂടെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ രാഹുലിന്റെ കുതികാല് വെട്ടിയവരാണ് റോഷിപാലിന് ഈ വാർത്ത കൊടുക്കുന്നത്, ഈ സ്ക്രീൻഷോട്ട് ഒക്കെ തന്നെ അയച്ചു കൊടുക്കുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരും. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ ഗതാഗത മന്ത്രിയുടെ വിഷയത്തിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കാനോ അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കാനോ ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇല്ല. അല്ല, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, മാധ്യമ പ്രവർത്തകരോടല്ല മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നത് എന്ത് വാർത്തയാണ് കൊടുക്കേണ്ടത് എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അതിനാണ് നിങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉള്ളത്. ഒരു എഡിറ്ററെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് രീതിയിലും ഒരു വാർത്തയെ വളച്ചൊടിക്കാം. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ പ്രശാന്ത് കെ രാജീവ് എന്ന് പറയുന്ന ഞാൻ, അയ്യപ്പദാസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ മുൻപിൽ ഇരുന്ന് നടത്തുന്ന ഡിബേറ്റിൽ ഞാൻ പറയുന്ന ഒരു പ്രസ്താവനയെ എന്റെ എഡിറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റേഴ്സിന് വ്യക്തമായിട്ട് അതിനെ വെട്ടി അത് എന്ത് രീതിയിൽ കൊണ്ടുപോകണം നമ്മുടെ എഡിറ്റേഴ്സിന് അറിയാം, ഇല്ലേ? അപ്പോ എഡിറ്റേഴ്സിനിട്ട് അദ്ദേഹം നല്ല രീതിക്ക് ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, ഞാൻ ഒരിക്കലും പാർട്ടിക്ക് മേലെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ പാർട്ടിയാണെന്ന് പറയുന്ന അതേ നിമിഷം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരോപണ വിധേയനാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും MLA ആണ്. ഇവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം ജനങ്ങളെയും കയ്യിലെടുത്തിരിക്കണം. ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കണം, രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ MLA ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നിട്ടുണ്ട്, ഞാൻ ഈ ആരോപണ വിധേയനായി മാറി നിന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ടോ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കില്ല ചേട്ടാ എന്ന് ചോദിക്കുന്ന ഒപ്പം തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരട്ടത്താപ്പ് നടത്തിയാൽ, എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇത്രയധികം പ്രതികരിച്ച നിങ്ങൾ ഗണേഷ് കുമാർ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നടത്തിയാൽ എന്നോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തമായി ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം എടുത്തെടുത്ത് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തിരിച്ചുവരവിൽ അതായത് അഴികൾക്കുള്ളിൽ നിന്നുള്ള തിരിച്ചുവരവിൽ ഒരു ജനനായകനായി എങ്ങനെ നിലനിൽക്കണമെന്ന വ്യക്തമായ തിരിച്ചറിവോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയിട്ടുള്ളത് എന്നത് നമുക്ക് വളരെ വ്യക്തമായുള്ളൊരു കാര്യമാണ്. പാലക്കാട് ഇത്തവണ ആര് മത്സരിക്കുമെന്നുള്ള ചോദ്യത്തിൽ ഉയർന്നു വരുന്നത് ഷാഫിയുടെ പേരാണ്. ഷാഫിയാണെന്ന് ഉറപ്പായിട്ടുണ്ടോ? എനിക്ക് പ്രശാന്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്നെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്, പാർട്ടി പറയുന്നത്, അന്നും ഞാനല്ല പറഞ്ഞത്, പാർട്ടിയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിതിൽ രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടെ നമുക്കിതിൽ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത്, ഞാനും ചില ഭവന പദ്ധതികൾ ചെയ്തിരുന്നു, ചില നല്ല കാര്യങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടി ഞാൻ വളരെ കുറച്ച് നാളെ, 1 വർഷത്തിനടുത്തോ കൊണ്ട് അദ്ദേഹം ആയിട്ടുള്ളൂ, 1 വർഷത്തിനടുത്ത് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ വന്നത് ആരെങ്കിലും പറഞ്ഞോ എന്നൊരു വാക്ക് ചോദിക്കുന്നുണ്ട്. പ്രശാന്ത്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ജസ്റ്റ് തീർത്തിട്ട് പ്രശാന്തിലേക്ക് തന്നെ ഞാൻ വരാം. അതായത് ഇതിൽ നമ്മൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു വേള പാലക്കാട് അദ്ദേഹത്തിന് മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കുമോ എന്ന് ഇത്രയും കേസും കാര്യങ്ങളും ഉള്ളപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിഷ്പക്ഷരായ ഒരു കൂട്ടം ജനമുണ്ട്. അതിലൊന്ന് നമ്മളിവിടെ പറഞ്ഞു വെച്ചാണ്. കാര്യം അദ്ദേഹത്തിന് ഒരു നീതി, മറ്റു പലർക്കും പല നീതി, അത് ഇരട്ട നീതി. ഒന്നുകൂടെ ഉണ്ട്. മലയാള സിനിമയിലെ പ്രഗത്ഭനായ ഒരു സിനിമാ സംവിധായകൻ അടുത്തിടയ്ക്ക് സിനിമയിലെ ഈ പറയുന്ന നമ്മുടെ ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട്, ഞാൻ ആ പേര് പറയുന്നില്ല, സംവിധായകന്റെ പേര് ഞാൻ പറയുന്നില്ല, ഏതായാലും ആ സംവിധായകനുമായി ബന്ധപ്പെട്ട് ഒരു അതിജീവിതയ്ക്കുണ്ടായ വിഷയത്തിൽ ആ അതിജീവിത മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവരുടെ മുഖം കാണിച്ച് ആരോപണം നടത്തിയിട്ടും ആ കേസ് ഇന്ന് എവിടം വരെയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് വിളിച്ച ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു തനി കോൺഗ്രസ്സുകാരനായ, അതായത് ഈ യുവരക്തം എന്ന് പറയുന്നത് എന്നും ആ ഒരു യുവരക്തം, ഈ ഞാൻ പറയട്ടെ, കന്ന് കൂത്താടിയാൽ കൊള്ളാം, പക്ഷെ കാള കൂത്താടിയാൽ കൊള്ളില്ല. അപ്പൊ കന്നായിരിക്കുമ്പോൾ കൂത്താടും,
അപ്പൊ അങ്ങനെ കൂത്താടിയതാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വിരോധമുണ്ടായത്. എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി വിരോധമുണ്ടായോ അത് അദ്ദേഹത്തിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പേര് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ഭരണം തീരും മുമ്പ് ഒരു കഥ മെനയണം, ഇവനെ കൂട്ടിലാക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് കുറിച്ചു. അതിന് കഴിയും CPM-ന്. അദ്ദേഹത്തിന് സ്മരണമുണ്ട്, സംവിധാനമുണ്ട്, പോലീസുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവസാന നിമിഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് സംസാരിക്കുന്ന അതിലേക്ക് തന്നെ പ്രശാന്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അല്ല, ഇനിയിപ്പം നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കേണ്ട. അദ്ദേഹം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ. അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. അതൊരു ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ അതൊരു സ്വയം തിരിച്ചറിവോ അല്ല, ഒരു ജനനായകന്റെ ഒരു ജനങ്ങളുടെ മുന്നിലേക്കുള്ള ഒരു കടന്നുവരവാണ്. പക്ഷേ ചേട്ടൻ പറഞ്ഞ ഒരു സംഭവത്തെ തന്നെ നിർത്തിയിട്ട് നമുക്ക് ഈ ഡിബേറ്റ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറച്ച് ഭവന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ പറയുന്നില്ല, എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം നിങ്ങൾ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുവൻ 1000 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്താലും ആ ഒരു തെറ്റ് മാത്രമേ കാലങ്ങളോളം ഓർമ്മിക്കപ്പെടുകയുള്ളൂ. അതങ്ങനെയാണ്. ആ 1000 നല്ല കാര്യങ്ങൾ അത് പ്രകൃതി ഉണ്ടായ കാലം മുതൽ എങ്ങനെയാണ് മറന്നു പോകും. പ്രകൃതി ഉണ്ടായ കാലം മുതൽ എങ്ങനെയാണ്